പുരുഷാരം. നമ്മൾ പുരുഷാരമല്ല, നമ്മൾ പുരുഷാരത്തിൽ എന്ത് ചെയ്ത? പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്നതാണ്, when he saw the multitude he was moved with a compassion. അവൻ പുരുഷാരത്തെ കണ്ടാല് അവരെ കുറിച്ച് മനസ്സിലായി ഇല്ലേ? എന്ന് പറഞ്ഞു, the harvest is plenty but the laborers are few. എന്തുണ്ട്? കൊയ്ത്ത് വളരെയുണ്ട്, പക്ഷെ എന്താ? വേലക്കാരോ ചുരുക്കം. പാസ്റ്റേ അങ്ങനാണോ? ഇന്ന് വേലക്കാര് കൂടുതലാ, കൊയ്ത്ത് കുറവേ ഉള്ളൂ. പക്ഷെ യേശു പറയുന്നത് ജെന്യുവൻ വർക്കേഴ്സ് ഇന്നും കുറവാണ് ഇല്ലേ? യഹോവയെ രക്ഷിക്കണമേ എന്തെല്ലാതെ വന്നു. മിടുക്കന്മാർ ഒത്തിരി കൂടുന്നുണ്ട് സഭകൾക്കകത്ത്, പിന്നെ ആരില്ല? പച്ചമാർ കുറയുക. സ്തോത്രം. പത്തമിട്ടേച്ചമാരൊന്നും ഇപ്പൊ ഇല്ല, അതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഉണ്ട് ഭക്തന്മാരെന്നും ഏത് സമയത്തും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മുടെ ഭക്തി ആത്മീയ ജീവിതവും കാലം എന്ത് എന്നാലും നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ആദ്യത്തെ കാണുന്നത് നെബൂഖദ്നേസർ കണ്ടതായിരിക്കുന്ന ബിംബം, പൊന്നുകൊണ്ടുള്ള തല. അത് തന്നെ ആര് കണ്ടു? ദാനിയേൽ കണ്ടപ്പോൾ ഒരു സിംഹമാണ് ഇല്ലേ? 7-ാം അധ്യായം chapter 7 നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ്. Yes, the third verse 7:3. അപ്പോൾ തമ്മിൽ പേരിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. The first one, ഒന്നാമത്തേത് സിംഹത്തോട് സദൃശവും കഴുകൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞുപോയി. The first was a lion. First was like a lion, and had the wings of an eagle. Yes. I kept looking until its wings were plucked, and it was lifted up from the ground and made to stand on 2 feet like a man. Yes. A human mind also human mind was also given to him. അല്ലേ? എന്താ കൊടുത്തു? അതെന്താണെന്നറിയാമോ? ഈ നെബൂഖദ്നേസർ ഒരു ദിവസം ഒന്ന് അഹങ്കരിച്ചപ്പോ എങ്ങോട്ട് വിട്ടു? ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി ചേർന്നാൽ പുല്ല് തിന്നാൻ പറ്റും. ഹോട്ടലിൽ ആദ്യം കയറി നമ്മൾ തിന്നുന്ന പുല്ല അല്ലേ? പിന്നെ എല്ലാം കഴിക്കത്തുള്ളൂ. പുല്ല് തിന്നെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ? കൊളസ്ട്രോളൊക്കെ കാമേ. ആളൊരു കൊടുത്തും പറഞ്ഞു, നെബൂഖദ്നേസറിനെ പോലെ അത് ഈ പുല്ലെല്ലാം തീറ്റിക്കാണെന്ന് ചോദിച്ചു. പുല്ല് തിന്നും, വേറെ ഒരു ആഹാരം കഴിക്കാതെ ദൈവം അങ്ങോട്ട് വിട്ടു. എങ്ങോട്ട് വിട്ടു? കൊട്ടാരത്തിൽ നിന്ന് എങ്ങോട്ട് വിട്ടു? കാട്ടിലോട്ട് വിട്ടു. കാരണം എന്താ? ഒരു ദിവസം തനിക്കൊരു അഹങ്കാരം തോന്നി. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലേ, നമ്മൾ തന്നെ ഉണ്ടാക്കിയതായ സമ്പത്താണെങ്കിൽ പോലും ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അഹങ്കാരം വരാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യനല്ലേ? ഇത്തരം കാര്യങ്ങൾ ഈ രാജ്യത്തോ ഈ സ്ഥലത്തോ എന്നെ പോലെ വന്ന പല ആളുകൾക്കില്ലാത്ത ഇത്തരം കാര്യം എനിക്കുണ്ടല്ലോ, ദൈവമേ അത്രയും തന്നല്ലോ എന്ന് സ്തോത്രം ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി എന്ത് ചെയ്യുക? Pride goes before a fall. ഒരു അഹങ്കാരം സാധാരണ എന്ത് ചെയ്യും? വേദോസ്തത്തിൽ പറയുന്നുണ്ട്, സമ്പത്ത് വർദ്ധിക്കരുതെന്ന് പറയുന്നില്ല. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് അങ്ങനെയുള്ള തുലാസിൽ തട്ടി പൊങ്ങിപ്പോകും. അതുകൊണ്ടാണ് തൂക്കി നോക്കിയപ്പോ എന്തായി? കുറവുള്ളവനായി കഴിഞ്ഞു. സ്തോത്രം. എന്തോ കുറവ്? കാണാൻ കൊള്ളത്തില്ലേ? നെബൂഖദ്നേസറിന് അല്ല ബെൽഷസ്സറിന് നല്ല യോഗ്യനല്ലേ? ആമേൻ. എത്ര കിലോ കാണും? നല്ല വെയിറ്റ് അല്ലേ? സ്തോത്രം. സമ്പത്തിന് വല്ല കുറവുണ്ടോ? പേഴ്സണാലിറ്റിക്ക് കുറവുണ്ടോ? കുടുംബശ്രേഷ്ഠിക്ക് വല്ല കുറവുണ്ടോ? പക്ഷെ നിനക്കെന്തോ ഉണ്ട്? തമ്പുരാൻ നോക്കുമ്പോൾ ഇതൊന്നുമല്ല. തമ്പുരാന്റെ സന്നിധി, ദൈവസന്നിധി ദൈവം നോക്കുമ്പോൾ നിന്റെ പുറമേ ഉള്ളതല്ല, നിന്റെ ആത്മാവിന്റെ അകം വാക്കുമാണ്, സീറോയാ. അതാണ് തമ്പുരാൻ നോക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു, നിന്നെ എങ്ങനെ കണ്ടു? ഓ പ്രൈസ് ദി ലോർഡ്, കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രൈസ് ദി ലോർഡ് മറ്റുള്ളതെല്ലാം നമുക്കുണ്ടെങ്കിലും ഇതല്ല പ്രശ്നം. സാധാരണയായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. നമ്മൾ എപ്പോഴും ഒരു ചിന്ത വേണം, നമ്മളിവിടെ അന്യരും സ്ട്രേഞ്ചേഴ്സാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിസിറ്റിങ്ങിന് ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നിൽ ഇമിഗ്രന്റ് വിസയിലൂടെ താമസിക്കുന്നതിന്റെ സിറ്റിസൺസ്. വിസിറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്ന ആളുകളോട് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാസ്റ്റർ എന്നാ വന്നത്? രണ്ടാമത് ചോദിക്കുന്ന പാസ്റ്റർ എന്നാ? സിറ്റിസൺകാരോട് ഇമിഗ്രന്റുകാരോട് ചോദിക്കുമോ? ചോദിക്കത്തില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സിറ്റിസൺ വിസിറ്റ് ആണെങ്കിൽ പോലും ഈ ലോകത്തിൽ നമ്മൾ ആരാ? വിസിറ്റിംഗ് വിസ വന്നവരാ. നമ്മൾ വന്നതുപോലെ ഒരു ദിവസം എന്ത് ചെയ്യണം? വിസ അടിച്ചിരിക്കുന്നത് എത്ര ആണെന്ന് നമുക്കറിയത്തില്ല. സ്തോത്രം. 50 ആണോ 60 ആണോ 70 ആണോ? വിസയുടെ ഡേറ്റ് തീരുമ്പോൾ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്യും? വിസ എക്സ്പയർ ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇവിടെ വിട്ട് പോകേണ്ടുന്ന വ്യക്തികളാണ് ഒരു ദിവസം. സ്തോത്രം. ഈ ലോകം വിട്ട് ഒരു ദിവസം പോകണം. ഇവിടെ നമ്മൾ ശാശ്വതവാസികളല്ല. അങ്ങനെ ഏറ്റു പറയണം, ഞങ്ങൾ ആരാണ്? അന്യരും പരദേശികളും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ അന്യരാ, ഈ മണ്ണിലുള്ളവരല്ല. പ്രൈസ്
Praise the Lord. പല ആളുകൾക്ക് 2 സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ട്, പിന്നെ ഇവിടുത്തെ ഡിവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഞാൻ പറയട്ടെ, ഈ 2 സിറ്റിസൺഷിപ്പും എന്നല്ല നിലനിൽക്കുന്നതല്ല. There is other third citizenship. അതേതാ? I prefer the first one. സ്വർഗത്തിൽ നമ്മുടെ പൗരത്വമോ? ആമേൻ, സ്തോത്രം. സ്വർഗത്തിൽ പൗരത്വം അവിടെ പേരെഴുതിയിരിക്കുന്നുണ്ട്. Praise the Lord. അവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? പേരെഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് എന്ത് ചെയ്യാം? ജീവിക്കാം. ഞാൻ മടങ്ങി ഇവിടെ വരട്ടെ. സ്തോത്രം. രണ്ടാമത്തെ സാമ്രാജ്യത്തിലേക്ക് വരികയാണ്. രണ്ടാമത്തെ സാമ്രാജ്യം ആ ബിംബത്തിന്റെ അകത്ത് കണ്ടത് ഏതാണ്? നെഞ്ചും ബ്രസ്റ്റ് ആൻഡ് ഹാൻഡ്സ്. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാ? ഇറ്റ് വാസ് മെയ്ഡ് ഔട്ട് ഓഫ് സിൽവർ. ഇല്ലേ? ഗോൾഡ് മാറിയിട്ട് എന്തായിട്ട് മാറി? സിൽവർ. അങ്ങനെയാണെങ്കിൽ ഒരു ആരോഹണമാണോ അവരോഹണമാണോ? ഡിറ്റോറിറ്റേഷൻ. എന്താ കാണുന്നത്? അത് കാണുവാൻ കഴിയുന്നത് ഒരു അവരോഹണമാണ്. ഈ ലോകത്തിലെ സാമ്രാജ്യങ്ങളുടെ ഭരണം മുഴുവനും ഉയർച്ചയിലേക്കല്ല വരുന്നത്. വെള്ളി കഴിഞ്ഞാൽ പിന്നെ എന്തായി? താമ്രം. താമ്രം എന്തായിട്ട് മാറി? ഇരുമ്പ്. ഇരുമ്പ് കഴിഞ്ഞ് പിന്നെ എന്തായി? മിക്സർ ഓഫ് ക്ലേ ആൻഡ് അയൺ. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഈ ലോകത്തിലെ ഭരണം കൊണ്ട് ദൈവമക്കളായ നമുക്കെന്തില്ല? ഒന്നും തൃപ്തിയിടാൻ കഴിയത്തില്ല. ആർക്കും എന്ത് ചെയ്യാൻ ഒക്കത്തില്ല. ഒന്നും ചെയ്യാൻ കഴിയാത്ത ഭരണം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. രണ്ടാമത്തേത് 2 കൈ. ആ 2 കൈ കാണിക്കുന്നത് എന്താ? 2 കൈ കാണിക്കുന്നത് ഈ സാമ്രാജ്യം ജോയിന്റ് കിങ്ഡമാണ്. ആ സ്വപ്നത്തിനകത്തുണ്ട്. അതാണ് 2 കൈ, ഇടത്തും വലത്തും. ഇടത്തെ കൈ എന്ന് പറയുന്നത് ഡാരിയസ്, പവർഫുൾ അല്ലായിരുന്നു. വലത്തെ കൈ സൈറസ്. ഹി വാസ് ദ പവർഫുൾ റൂളർ. സൈറസ് ആണ് എന്ത് ചെയ്ത്? പവർഫുൾ ആയിരിക്കുന്ന റൂളർ. അതിന്റെ അതേ അർത്ഥത്തിൽ വരുന്നതാണ് 7-ാം അധ്യായത്തിലെ നെക്സ്റ്റ് ബെയർ. ഫിഫ്ത് വേഴ്സ് 7:5. രണ്ടാമത്തെ വായിച്ച് 7:5. രണ്ടാമത്തെ കരടിയോട് സാക്ഷ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയലുകൾ. ശ്രദ്ധിക്കുക. സെക്കൻഡ്, അവിടെ നമ്മൾ സിംഹം എന്ന് പറയുന്നത് എന്താ? കാട്ടിലെ രാജാവാ. കരടിക്കുന്നില്ല. ലിസൺ ചെയ്യാം. എവരിബഡി ലിസൺ ചെയ്യാം. അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. അവരെ സിംഹം എന്ന് പറയുന്നത് കാട്ടിലെ രാജാവാ. ഗോൾഡ് എന്ന് പറയുന്നത് എന്താ? മെറ്റൽസിലെ ഏറ്റവും വില കൂടിയതാ. ഗോൾഡ് താഴോട്ട് വന്നു, സിൽവറായി. സിംഹം എന്തായിട്ട് മാറി? സിംഹം കഴിഞ്ഞപ്പോൾ കരടിയായി. കരടി വന്നു. ഒരു പാർശ്വം, ഒരു സൈഡ്, one side was up and one side was down. അതെന്താ കാര്യം? ഈ രാജ്യത്തിന്റെ അകത്ത് കോരശ് എന്ന് പറയുന്ന ആളാണ് ഉയർന്നു നിൽക്കുന്നവൻ, മറ്റേത് താഴ്ന്നു നിൽക്കുന്ന. ഈ 2 ഇടത്തും വ്യക്തമായിട്ടുള്ള സാമ്രാജ്യത്തിന്റെ ചിത്രമാണ്. 3 വാരിയല്ലേ കഴിച്ചെടുത്തിരിക്കുന്നു, റിപ്സ് അല്ലെ? വാരിയൽ എന്തിനെ കഴിക്കുന്ന അറിയാമോ? ലിബിയ, ബാബിലോൺ ആൻഡ് ഈജിപ്റ്റ്. സ്തോത്രം. ഈ പേർഷ്യൻ ചക്രവർത്തിമാർ ഇവിടെ ഭരണത്തിൽ വന്നപ്പോൾ നെബൂഖദ്നേസർ ചെയ്യാത്തതായ കിട്ടാത്ത ചില സാമ്രാജ്യങ്ങളെ പിടിച്ചെടുത്തു. ലിബിയ എന്ന് പറയുന്ന സ്ഥലം, അത് ലിഡിയ എന്ന് പറയുന്ന സ്ഥലം, അത് മാത്രമല്ല ബാബിലോൺ, ഈജിപ്റ്റ്. ഈ സാമ്രാജ്യങ്ങളെ മുഴുവൻ എന്ത് ചെയ്തു? നശിപ്പിച്ചതിന് ശേഷം തിന്നു കഴിഞ്ഞിട്ട് വരുന്ന എന്താ? 3 എല്ലുകൾ. ഈ എല്ലുകൾ കാണിക്കുന്ന എന്താണ്? മുഴുവൻ എന്ത് ചെയ്തു? ഡിവോസ്റ്റ്, complete, invaded and polluted and destroyed, and also it was completely destroyed by the power of this Persian army. പേർഷ്യൻ ആർമിയുടെ ശക്തി കൊണ്ട് സകലത്തെ നശിപ്പിച്ചു. രണ്ടാമത്തത് അതാണ് BC 536 മുതൽ 330 വരെ. ഈ സാമ്രാജ്യം 330 വരെ പോയി. ഫസ്റ്റ് കിങ്ഡം എന്ന് വരെയായിരുന്നു 606. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ആൻഡ് ഇറ്റ് വാസ് എൻഡഡ് ഇൻ 330. സെക്കൻഡ് കിങ്ഡം മീഡോ പേർഷ്യൻ അല്ലേ? മേദ്യയുടെ പാർഷ്യൻ ജോയിന്റ് കിങ്ഡം. ഇറ്റ് വാസ് ലാസ്റ്റഡ് അൻറ്റു 330. 330 തേർഡ് കിങ്ഡം വന്നു. അതാണ് ഏതാ? ഈ ഭാഗം. ഏത് ഭാഗമാണ്? തൈ ആൻഡ് സ്റ്റൊമക്, അരയും വയറും. അതിന് നിദാനമായിട്ട് നിൽക്കുന്ന ജീവി 7-ാം അധ്യായത്തിൽ ഈ ദൈവദാസൻ കണ്ടത് എന്താ? അടുത്ത മൃഗം 6 വേഴ്സ് 6, 7, 6. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റേ കണ്ടു. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. The 4 wings upon the leopard